പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നമ്മുടെ കാറിന് ഒരു സ്റ്റെപ്പിനി ടയറുണ്ട്. എന്തിനാണിത്? വഴിയിൽ പഞ്ചറായാൽ നമ്മുടെ യാത്ര മുടങ്ങാതിരിക്കാൻ. അതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ അപ്രത്യക്ഷമായി എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ പഞ്ചറായി പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പിനിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് ഒരു ഓപ്ഷൻ അല്ല, അതൊരു അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഇൻഷുറൻസുകളെ കുറിച്ചാണ്: ആരോഗ്യ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇവിടെ ഗൾഫിൽ വെച്ച് നമുക്ക് പെട്ടെന്നൊരു അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു വിദഗ്ധ ചികിത്സ കിട്ടേണ്ട അസുഖമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായി നാട്ടിലേക്ക് പോകും. പക്ഷേ നാട്ടിലെ ആശുപത്രി ചിലവുകൾ എത്ര വലുതാണെന്ന് നമുക്കറിയാം. വർഷങ്ങൾ കൊണ്ട് നമ്മൾ സമ്പാദിച്ചതെല്ലാം ഒറ്റ ഹോസ്പിറ്റൽ ബില്ല് കൊണ്ട് ഒലിച്ചു പോകാൻ സാധ്യതയാണ്. ഇനി മറ്റൊരു ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാം. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? നാട്ടിലെ ലോണിന്റെ EMI, മക്കളുടെ വിദ്യാഭ്യാസം, ദൈനംദിന ചെലവുകൾ എല്ലാം വഴിമുട്ടിപ്പോകും. നമ്മുടെ അഭാവത്തിൽ അവർ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ രണ്ട് ഭീകരമായ അവസ്ഥകളെയും നേരിടാനുള്ള ഒരു കവചമാണ് ഇൻഷുറൻസ്. നമുക്ക് ഇവ ഓരോന്നായി പരിശോധിക്കാം. ഒന്ന്, ആരോഗ്യ ഇൻഷുറൻസ് അഥവാ ഹെൽത്ത് ഇൻഷുറൻസ്. ഇത് നിങ്ങൾക്കും കുടുംബത്തിനും വേണ്ടിയുള്ളതാണ്. ഒരു പ്രവാസിക്ക് രണ്ട് തരത്തിലുള്ള ആരോഗ്യ പരിരക്ഷ ആവശ്യമാണ്. ഒന്ന്, ഗൾഫിലെ ആരോഗ്യ പരിരക്ഷ. അത് മിക്കവാറും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം തന്നെ നിങ്ങൾക്ക് അത് ഉറപ്പുവരുത്തുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അതിന്റെ പരിധി എത്രയാണെന്നും എന്തൊക്കെ അസുഖങ്ങൾക്ക് കവർ ചെയ്യുമെന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ ചില ഇൻഷുറൻസുകളൊക്കെ തന്നെ നിങ്ങൾക്ക് നാട്ടിലും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കാം. അത്തരത്തിലുള്ള പ്ലാൻ ഉള്ളതാണോ എന്നുള്ളതിനെ കുറിച്ചും ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. ഇന്ത്യയിലെ പരിരക്ഷ പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ ഒരു അസുഖം വന്നാൽ ഗൾഫിലെ പല ഇൻഷുറൻസുകളും നാട്ടിൽ ഉപകാരപ്പെടാറില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫാമിലി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എടുക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത് നിങ്ങൾക്കും നാട്ടിലുള്ള നിങ്ങളുടെ കുടുംബത്തിനും ഒരേപോലെ സുരക്ഷ നൽകും. അങ്ങനെ ഹോസ്പിറ്റൽ ചെലവ് മൂലമുണ്ടാകുന്ന നിങ്ങളുടെ ഭീമമായിട്ടുള്ള ചിലവിനെ മറികടക്കാൻ ഈ ഇൻഷുറൻസ് ഉപകാരപ്പെടും. രണ്ടാണ്, ടേം ഇൻഷുറൻസ്. പ്രവാസിയുടെ കയ്യിൽ ഉറപ്പായും വേണ്ട ഒരു പോളിസി. എന്താണ് ടേം ഇൻഷുറൻസ്? വളരെ ലളിതമാണ്. നിങ്ങൾ എല്ലാ വർഷവും ഒരു ചെറിയ തുക കമ്പനിയിലേക്ക് അടയ്ക്കുന്നു. പോളിസി കാലാവധിക്കുള്ളിൽ നിങ്ങൾക്ക് മരണം സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ തുക ലഭിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ വളരെ വലിയൊരു കവറേജ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരു സാധാരണ പോളിസിയുടെ പ്രീമിയം കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ 10 ഇരട്ടി കവറേജ് ഇൻഷുറൻസ് ലഭിക്കും. അപ്പൊ ഈ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ പല ആളുകൾക്കുമുള്ള ഒരു ഡൗട്ടാണ്, നമുക്ക് എത്ര കവറേജ് എടുക്കണമെന്നുള്ളതിനെ കുറിച്ച്. അത് നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ 15 മുതൽ 20 മടങ്ങ് വരെ കവറേജ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 5 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 75 ലക്ഷം രൂപയെങ്കിലും ടേം ഇൻഷുറൻസ് നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുടുംബത്തിന് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ കാര്യങ്ങൾ നടത്താമെന്നുള്ളതാണ്. ഓർക്കുക, ഇൻഷുറൻസ് ഒരു നിക്ഷേപമല്ല, അത് നഷ്ടസാധ്യതകളെ നേരിടാനുള്ള ഒരു ഉപാധിയാണ്. നിങ്ങൾ ഒരിക്കലും നിക്ഷേപത്തെയും ഇൻഷുറൻസിനെയും കൂട്ടിക്കുഴയ്ക്കരുത്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ രണ്ട് ഇൻഷുറൻസുകളും ഉണ്ട്, ഇൻഷുറൻസിനായി നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം ഒരു ചിലവല്ല, അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു സ്നേഹ സമ്പാദ്യമാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷയെ കുറിച്ച് പുനഃപരിശോധിക്കൂ. നിലവിൽ നിങ്ങൾക്ക് ആവശ്യമായ മെഡിക്കൽ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടോ? നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ വർഷവും നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം എത്രയാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നാളെ നമ്മൾ സംസാരിക്കുന്നത് സമ്പാദ്യശീലം എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാം എന്നതിനെ കുറിച്ചാണ്.